ബി അൻവാഇൽ ഇബാദ. അള്ളാഹുവിന്റെ അസ്മാകളിൽ പെട്ടതാണ് അൽ വാഹിദ്, അൽ അഹദ്. ഈ രണ്ട് വാക്കുകളും ഈ രണ്ട് നാമങ്ങളും അർത്ഥമാക്കുന്ന അതിന്റെ ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ ഉള്ള അർത്ഥം വഹുവ അല്ലദീ തവഹദ ബിജമീഇൽ കമാലാത്ത്. അഹദ് അല്ലെങ്കിൽ വാഹിദ് എന്ന് പറഞ്ഞാൽ അല്ലദീ തവഹദ ഐ തഫറദ, ഒറ്റക്കായിട്ടുള്ളവൻ, ഏകനായിട്ടുള്ളവൻ. ബിജമീഇൽ കമാലാത്ത്, എല്ലാ കമാലുകളും കൊണ്ട്, പരിപൂർണതയുടെ മുഴുവൻ ഗുണങ്ങളും കൊണ്ട് ഏകനായിട്ടുള്ളവൻ. അവന് മാത്രമുള്ളതാണ് കമാലുസ് സിഫാത്ത്. തഫറദ ബി കമാലിസ് സിഫാത്ത്. ഏതൊരു ഗുണവും അതിന്റെ ഏറ്റവും സുന്ദരവും ഏറ്റവും പരിപൂർണവുമായിട്ടുള്ള രൂപം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം അവകാശപ്പെട്ടതാണ്, അല്ലെങ്കിൽ അവൻ മാത്രം അതിൽ ഏകനാണ്. അതാണ് അവന്റെ ഗുണഗണങ്ങളുടെ, അല്ലാഹുവിന്റെ സിഫാത്തുകളുടെ പ്രത്യേകത. അവന്റെ സിഫാത്തുകളെല്ലാം കമാൽ, അങ്ങേയറ്റത്തെ പരിപൂർണത ഉൾക്കൊള്ളുന്നതാണ്. ഒരു കുറവുമില്ലാത്ത, ഒരു ന്യൂനതയുമില്ലാത്തത്. ആ ഗുണഗണങ്ങൾ കൊണ്ട് അള്ളാഹു ഏകനാണ്. അവന്റെ സിഫാത്തുകളിൽ അവൻ ഏകനാണ്. അവന്റെ സിഫാത്തുകൾ മുഴുവനും അതതിന്റെ കമാലിലുള്ളതാണ്. കമാലുസ് സിഫാത്ത്, അതിലുള്ള തഫറുദാണ് അഹദ്, വാഹിദ് എന്ന നാമങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബിഹൈസു ലാ യുശാരിക്കുഹു ഫീഹാ മുശാരിക്. ആ ഗുണങ്ങളിൽ, അതിന്റെ പൂർണതയിൽ ഒരാളും തന്നെ അവന്റെ കൂടെ പങ്കുകാരും ഇല്ല. പങ്കുകാരില്ലാത്ത നിലയിൽ അവൻ ഏകനാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഹിദാണ്, അഹദാണ് എന്ന് പറയുമ്പോൾ ആദ്യമായി ഉദ്ദേശിക്കപ്പെടുന്നത് അവന്റെ തഫറുദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ള അവന്റെ അഫ്ആലുകളിലും അവന്റെ സിഫാത്തുകളിലും ഉള്ള ഏകത. അവൻ ഏകനാണ്, അതിൽ യാതൊരു പങ്കുകാരും അവനില്ല. ഇതാണ് അഹദ്, വാഹിദ് എന്ന ഇസ്മുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്ന ആദ്യത്തെ മഅന. രണ്ടാമത് അതിലൊരു കാര്യമുള്ളത് വയജിബു അലൽ അബീദി തൗഹീദുഹു. പടപ്പുകളുടെ മേൽ നിർബന്ധമാണ് അവനെ ഏകനാക്കൽ. അഖ്ദൻ വ ഖൗലൻ വ അമല. അവരുടെ വിശ്വാസത്തിലും വാക്കിലും അമലിലും, അവർ വിശ്വസിക്കുന്ന വിശ്വാസങ്ങളിലും അവർ പറയുന്ന വാക്കുകളിലും, ഹൃദയം കൊണ്ടവർ ഉച്ചരിക്കുന്നതിലും നാവ് കൊണ്ടവർ പറയുന്ന വാക്കിലും, അതുപോലെ തന്നെ അവരുടെ കർമ്മങ്ങൾ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിലും അവനെ ഇഫ്റാദ് ചെയ്യണം. അവന് മാത്രമായിരിക്കണം അവ ചെയ്യേണ്ടത്. ബിഅയ്യഅ്തരിഫു ബികമാലിഹിൽ മുത്ലഖ്. ഉബൂദിയ്യത്ത് അവന് മാത്രം അർഹതപ്പെട്ടതാണ്, അവന് മാത്രമുള്ളതായിരിക്കണം. ബിഅയ്യഅ്തരിഫു ബികമാലിഹിൽ മുത്ലഖ്. അവർ അംഗീകരിക്കണം ബികമാലിഹിൽ മുത്ലഖ്, അല്ലാഹുവിന്റെ നിരുപാധികമായ ആ പരിപൂർണത, സമ്പൂർണത. വതഫറുദിഹി ബിൽ വഹ്ദാനിയ്യ. വഹ്ദാനിയ്യത്ത് കൊണ്ട് അവൻ ഏകനാണ്. ഇബാദത്ത് അതിന്റെ അർഹതയിൽ അവൻ ഏകനാണ്, മറ്റൊരാൾക്കും തന്നെ അതിലൊന്നും തന്നെ അർഹതയില്ല. യുഫർരിദൂഹു ബിഅൻവാഇൽ ഇബാദ. ഇബാദത്തിന്റെ എല്ലാ ഇനങ്ങൾ കൊണ്ടും അവർ അള്ളാഹുവിന്റെ ഏകത്വം അംഗീകരിക്കണം, അവന്റെ തൗഹീദ് അംഗീകരിക്കണം, അവനെ ഇഫ്റാദ് ചെയ്യണം. ഇത് അഹദ്, വാഹിദ് എന്ന അസ്മാഉകളുടെ താല്പര്യത്തിൽപ്പെട്ടതാണ്. അപ്പൊ അള്ളാഹുവിന്റെ സിഫാത്തുകളിൽ അവൻ ഏകനാണ്. ആ സിഫാത്തുകളാകട്ടെ പരിപൂർണതയുടെ, സമ്പൂർണതയുടെ അങ്ങേയറ്റം എത്തിയിട്ടുള്ളതാണ് അവന്റെ സിഫാത്തുകൾ. യാതൊരു ന്യൂനതകളുമില്ലാത്ത, യാതൊരു കുറവുകളുമില്ലാത്ത, അങ്ങേയറ്റം സമ്പൂർണതയും അങ്ങേയറ്റം സൗന്ദര്യം നിറഞ്ഞതുമാണ് അള്ളാഹുവിന്റെ സിഫാത്തുകൾ മുഴുവനും.
ആ സിഫാത്തുകളുടെ കാര്യത്തിൽ അവൻ ഏകനാണ്, യാതൊരു പങ്കുകാരും അവനില്ല. മാത്രമല്ല പടപ്പുകൾ അവന് ചെയ്തു കൊടുക്കേണ്ടുന്ന ഇബാദത്തുകൾ, അവരിൽ നിന്ന് അവൻ ആവശ്യപ്പെട്ടിട്ടുള്ള ഇബാദത്തുകൾ, അതിൽ അവർ അവനെ ഏകനാക്കണം. ഒരാളെയും ഒരു ഇബാദത്തിലും പങ്കുചേർക്കാൻ പാടില്ല. ഈ രണ്ട് കാര്യങ്ങളും അല്ലാഹു വാഹിദാണ്, അഹദാണ്, ഈ നാമങ്ങളുടെ താല്പര്യത്തിൽ ഉൾപ്പെടും. ഏതൊരു നാമവും സാധാരണ അസ്മാഉ വസിഫാത്തിന്റെ ഖവാഇദുകൾ പഠിപ്പിക്കുന്നിടങ്ങളിൽ അഇമ്മത്തുൽ ഇസ്ലാം വിശദീകരിച്ചിട്ടുള്ളതാണ്. ഏതൊരു നാമവും അതിന്റെ കീഴിൽ നമുക്ക് ചെയ്യാനുള്ള ഒരു അമലുണ്ടാകും. അല്ലാഹു വാഹിദാണ്, അഹദാണ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്നുള്ള അമലിന്റെ താല്പര്യം ഇതാണ്: ഉബൂദിയ്യത്തിൽ, ഉലൂഹിയത്തിൽ അവനെ ഏകനാക്കണം. അതുപോലെ തന്നെ അവന്റെ അസ്മാകളിൽ, അവന്റെ അസ്മാകളിലും സിഫാത്തുകളിലുമുള്ള ഏകത്വം അംഗീകരിക്കണം. അവന്റെ സിഫാത്തുകൾ അത് കമാലാണ്. ആ കമാലാത്തു സിഫാത്ത് അത് നമ്മൾ അംഗീകരിക്കണം. അതിൽ ഒരു പങ്കുകാരനും അവനില്ല, ഒരു പങ്കുകാരനും അവനില്ല. ഈ കാര്യം ഒരാൾ വിശ്വസിക്കണം. മാത്രമല്ല ഇബാദത്തുകൾ ചെയ്യുന്നിടത്ത് ഫി അൻവാഇൽ ഇബാദ, ഇബാദത്തിന്റെ എല്ലാ ഇനങ്ങളിലും അവനെ ഏകനാക്കണം. യാതൊരു നിലക്കും അവനിൽ ഒരു പങ്കുകാരനെയും ചേർക്കരുത്. ഇത് വാഹിദ് അല്ലെങ്കിൽ അഹദ് ഈ നാമങ്ങളുടെ താല്പര്യമാണ്. അസ്സമദ് ഇതിന്റെ കൂടെ വരുന്ന മറ്റൊരു നാമമാണ് അസ്സമദ്. അള്ളാഹുവിന്റെ നാമമാണ് അസ്സമദ്. വഹുവ, എന്താ സ്വമദ് എന്ന വാക്കിന് അർത്ഥം? അല്ലദീ തഖസ്സദഹുൽ ഖലായിഖ് കുല്ലുഹാ ഫീ ജമീഇ ഹാജാതിഹാ. സ്വമദ എന്ന് പറഞ്ഞാൽ അവലംബിച്ചു, താങ്ങ